ഈ മിമിക്രി വേദികളിലൂടെ ഞാനിങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുമായിരുന്നു. എന്തെങ്കിലും വെറൈറ്റി കണ്ണിൽപ്പെടുമോ എന്നറിയാൻ വേണ്ടി. അപ്പോഴാണ് ഒരു സിംഹത്തിൻ്റെ മടയിൽ ചെന്ന് വീഴുന്നത്. വേറെ ആരുമല്ല, നമ്മൾ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ കുട്ടിയുടെ സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. തേജാലക്ഷ്മിയാണ്. തേജ, എങ്ങനെയുണ്ട്? എന്തൊക്കെയാണ് വിശേഷങ്ങൾ? നല്ല വിശേഷം, സുഖമാണ്. ഇന്നലെ വരെ എനിക്ക് നല്ല പനിയായിരുന്നു. ഇന്ന് ഞാൻ കയറാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു. ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. ഇന്ന് കയറുമ്പോൾ സ്റ്റേജിലെത്തിയപ്പോൾ ജലദോഷമൊന്നുമില്ല, നല്ല ജലദോഷമൊക്കെ ആയിരുന്നു. നല്ല കംഫർട്ടായിട്ട് ചെയ്യാൻ പറ്റി. ഇറങ്ങിയപ്പോഴാണ് ഓരോരോരോ വരുന്നത്. ഈ 2018 പ്രളയം എന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും മറക്കില്ല. ആ പ്രളയം എന്ന് പറയുന്നത് അത്രത്തോളം ആ സമയത്ത് ഉണ്ടായിരുന്ന ആ വികാരങ്ങളൊക്കെ തന്നെ ഇന്ന് തേജയ്ക്ക് ഈ സ്റ്റേജിൽ എത്തിക്കാൻ പറ്റി. ആളുകളൊക്കെ അത് അത്രയും ഒരു ആകാംക്ഷയോടെ നോക്കിയിരിക്കുകയായിരുന്നു. അവർക്കൊക്കെ ഭയങ്കര ഫീലായി എന്ന് നമുക്ക് പറയാൻ പറ്റും. അത്രത്തോളം ആളുകൾക്കൊക്കെ ഇഷ്ടപ്പെട്ടു തേജയുടെ ആ ഒരു പെർഫോമൻസ്. എന്തുകൊണ്ടാണ് അത്തരത്തിലൊരു വിഷയം സെലക്ട് ചെയ്യാൻ കാരണം? പ്രളയം സെലക്ട് ചെയ്യാൻ കാരണം പ്രളയം വെച്ചാൽ ചേച്ചി പറഞ്ഞ പോലെ തന്നെ ആർക്കും മറക്കാൻ പറ്റാത്തൊരു സംഭവമാണ്. അങ്ങനെ അത്രയും ജനങ്ങളെ എന്താ പറയുക കൊള്ളിക്കുന്നൊരു തീമാണത്. പിന്നെ മറ്റേ ചൂരൽമലയിലെ ഉരുൾപൊട്ടൽ എൻ്റെ ഒരു ഏട്ടൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക്. ഏട്ടൻ എന്താ പറയുക, ഞാൻ കഴിഞ്ഞ വർഷം ഞാൻ സ്കൂളിൽ മത്സരിക്കുന്ന സമയത്ത് എന്നോട് പറഞ്ഞ് ഞാൻ വരും, ഇനി സ്റ്റേറ്റ് വരെ എത്തും, ഇനി പോകുമെന്ന് പറഞ്ഞ് പിറ്റേ ദിവസമാണ് ഏട്ടൻ പോകുന്നത്. എനിക്കത് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ ഇന്നും ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാം എൻ്റെ ഏട്ടൻ കൂടെയുണ്ട്. ഞാൻ ഏട്ടൻ പോകുന്നു ഞാൻ തീരെ പ്രതീക്ഷയില്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ ഏട്ടൻ എൻ്റെ കൂടെ തന്നെയുണ്ട്. എൻ്റെ മനസ്സ് തട്ടി ചെയ്യുന്ന ഞാൻ ഈ ഐറ്റം ഞാൻ ഒരിക്കലും മറക്കില്ല. ചൂരൽമല എൻ്റെ ഏട്ടൻ്റെ മോണാക്ട് മിമിക്രി ഞാൻ അങ്ങനെയാണ് പറയുക. ഒത്തിരി പേർക്ക് ഇതുപോലെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഇത് എത്രാമത്തെ വർഷമാണ് തേജ വരുന്നത്? ചില്ലറ പുള്ളിയൊന്നും അല്ല, അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ കുറേ വർഷങ്ങളായെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രാമത്തെ വർഷമാണ്? 4ാമത്തെ വർഷമാണ് ഇപ്പം പങ്കെടുക്കുന്നത്. 3 വർഷം എ ഗ്രേഡ് ഉണ്ടായിരുന്നു മിമിക്രിക്ക്. മറ്റേതൊക്കെ ഇനങ്ങളിലാണ് ഇനി മത്സരിക്കാൻ ഈ മോണാക്ട് മറ്റന്നാൾ. കഴിഞ്ഞ വർഷം എ ഗ്രേഡ് ആയിരുന്നു എല്ലാത്തിനും അല്ലേ? എ ഗ്രേഡ് ഉണ്ടായിരുന്നു എല്ലാത്തിനും. അച്ഛനൊരു മിമിക്രി ആർട്ടിസ്റ്റാണ്. അപ്പോൾ അച്ഛൻ ഇന്ന് ഇല്ല, എല്ലാ വർഷവും കൂടെ ഉണ്ടാവും. അപ്പോൾ അച്ഛനെ ആ മിസ്സിങ് ഉണ്ടോ? നല്ല രീതിക്ക് മിസ് ചെയ്യുന്നുണ്ട്. കാരണം ഞാൻ സ്റ്റേറ്റിൽ വരുമ്പം എപ്പോഴും അച്ഛൻ എൻ്റെ കൂടെ ഉണ്ടാവും. മണിമോളെ ഓൾ ദ ബെസ്റ്റ്, കയറി മാക്സിമം പെർഫോം ചെയ്തോ, ഫസ്റ്റ് സെക്കൻഡ് ഒന്നും വേണ്ട, നീ ചെയ്തോ ഇങ്ങനെ പറയുന്ന അച്ഛൻ ഈ പ്രാവശ്യം ഇല്ല ഒന്നും കേൾക്കാൻ നല്ല സങ്കടം. അപ്പം അമ്മ അങ്ങനെ വിട്ടുകളയൊന്നുമില്ല. അമ്മ ഇങ്ങോട്ട് വരണം. കാരണം കഴിഞ്ഞ വർഷം ഇത്തരത്തിൽ റിസൾട്ട് വരുന്ന സമയത്ത് ഭയങ്കര മോളെക്കാളും ടെൻഷനായിരുന്നു അമ്മയ്ക്ക്. ഇത്തവണ എങ്ങനെയുണ്ട്? ആ ടെൻഷനുണ്ടോ? ടെൻഷനുണ്ട്. അവിടെ അച്ഛൻ കൂടെ ഇല്ലാത്തൊരു ടെൻഷനുണ്ട്. പിന്നെ ചെയ്തു. ഇന്നലെ ഹോസ്പിറ്റലായിരുന്നു, സുഖമില്ലായിരുന്നു, പനിയൊക്കെ ആയിരുന്നു. അതിൻ്റെ ഒരു ടെൻഷൻ, സൗണ്ട് അടയോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇല്ല, ചെയ്തപ്പോൾ സമാധാനമായി. മോളുടെ ഈ പെർഫോമൻസ് കണ്ടപ്പോൾ എന്ത് തോന്നി? കാരണം ആളുകളൊക്കെ വലിയ രീതിയിൽ അങ്ങനെ അത്രത്തോളം ഇമോഷണൽ ആയിട്ട് ഇരിക്കുമായിരുന്നു. അതെ, സങ്കടം വന്നു. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഭയങ്കര കരച്ചിലായിരുന്നു. അമ്മയത് എനിക്ക് ചെയ്യാൻ പറ്റൂലേ, കാരണം ഇപ്പം 4ാമത്തെ വർഷമാണല്ലോ മിമിക്രിക്ക് വരുന്നത്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ അമ്മ? എനിക്ക് ജലദോഷം വെച്ചാൽ അന്ന് അടഞ്ഞു കിടക്കുകയായിരുന്നു മൊത്തം. പക്ഷെ എന്തോ ദൈവത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് അറിയില്ല, ഒരു കുഴപ്പമില്ലാണ്ട് അവൾ ചെയ്ത്. അത് കണ്ടപ്പോൾ സങ്കടം തോന്നി. തീർച്ചയായിട്ടും. അപ്പോൾ തേജയുടെ പെർഫോമൻസ് അത്രത്തോളം നന്നായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആളുകളൊക്കെ ആ രീതിയിൽ ആ പെർഫോമൻസ് ഏറ്റെടുക്കുകയും ചെയ്തു. മൊത്തത്തിൽ ആ മിമിക്രി വേദിയെ പ്രകമ്പനം കൊള്ളിച്ചു എന്ന് തന്നെ പറയാം. ക്യാമറാമാൻ ബിജു മുരളീധരനൊപ്പം ആതിര രാധാകൃഷ്ണൻ, അമൃത ന്യൂസ്, തൃശ്ശൂർ.